2026 ബോളിവുഡിന്റെ ആദ്യത്തെ റിലീസാണ് ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത ഇക്കീസ് എന്ന് പറയുന്ന ഈ ചിത്രം. പരംവീരചക്ര കിട്ടിയവരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രായം കുറവുള്ള ആൾ സെക്കൻഡ് ലൂട്ടനന്റ് അരുൺ ഖേദർപാൽ ആയിരിക്കും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുമ്പോൾ വെറും 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 21 ഹിന്ദിയിൽ ഇക്കീസ് എന്ന് പറയുന്നത് അരുണിൻ്റെ കഥയാണ്. ആൻഡ് ആസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. നമുക്ക് ഈ സിനിമയുടെ കഥയെക്കുറിച്ചൊന്നും പറയാനില്ല. എൻ്റെ സ്ക്രിപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകൻ കൂടിയായിട്ടുള്ള ശ്രീറാം രാഘവൻ, അർജിത് ബിശ്വാസ്, പൂജ സൂർത്തി, ഇവർ 3 പേരും ചേർന്നാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ നോൺ ലീനിയറായിട്ട് കഥ പറയുന്ന ഈ സിനിമയ്ക്ക് പ്രധാനമായും 2 ട്രാക്കുകളാണുള്ളത്. ഒരു സ്റ്റോറി ട്രാക്ക് എന്ന് പറയുന്നത് അത് അരുണിൻ്റെ കഥയാണ്. അരുണിൻ്റെ ഡ്യൂട്ടി വേഴ്സസ് ലോയാലിറ്റി, ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാം. അവൻ്റെ പ്രണയം കാണാം. ആ പ്രണയം എന്തുകൊണ്ട് അവൻ വേണ്ടാന്ന് വെച്ചൊന്ന് കാണാം. യുദ്ധമുഖത്തുള്ള അവൻ്റെ ധൈര്യം കാണാം. ഒരു നിർണായക ഘട്ടത്തിൽ അവനെടുക്കുന്ന തീരുമാനം, ആ തീരുമാനം ഇന്ത്യ എന്ന രാജ്യത്തിന് ആ യുദ്ധത്തിൽ എത്രത്തോളം വിജയത്തിന് പങ്കുവഹിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാം. ഇതൊരു ട്രാക്കായിട്ട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ട്രാക്കായിട്ട് വരുന്നത് ഈ അരുൺ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, ജീവിച്ചിരുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ വേഷം ചെയ്യുന്ന ധർമ്മേന്ദ്ര, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ കൂടെയാണ്. അപ്പോൾ ധർമ്മേന്ദ്രയുടെ ക്യാരക്ടർ പാകിസ്ഥാനിലേക്ക് 2001 ആ ഒരു കാലഘട്ടത്തിൽ കാർഗിൽ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. കാരണം പാർട്ടീഷന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിലാണ്. അപ്പോൾ അതിനു വേണ്ടിയും പിന്നെ തൻ്റെ മകൻ മരണപ്പെട്ടതും അവിടെ വെച്ചാണ്. അപ്പോൾ ആ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ധർമ്മേന്ദ്രയുടെ ഈ ക്യാരക്ടർ അവിടെ വെച്ച് ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസറായിട്ടുള്ള ജയ്ദീപ് ബഹാലോത്തിനെ കാണുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു 3 ദിവസം, ആ 3 ദിവസം ഇതാണ് രണ്ടാമത്തെ ട്രാക്കായിട്ട് വരുന്നത്. 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമായി ഒതുക്കാതെ പാകിസ്ഥാനിലുള്ള പട്ടാളക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടി കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ സോൾജിയറിൻ്റെയും കൂടി പോയിൻ്റ് ഓഫ് വ്യൂവിൽ കഥ പറയുമ്പോൾ അതിൽ അനാവശ്യമായിട്ട് മതമോ അല്ലെങ്കിൽ ജിങ്കോയിസം തുടങ്ങിയ കാര്യങ്ങളൊന്നും മിക്സ് ചെയ്യാതെ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടൊരു സ്ക്രിപ്റ്റാണ് ഇവർ 3 പേരും ചേർന്ന് ഇക്കീസ് എന്ന് പറയുന്ന പടത്തിന് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 സ്റ്റോറി ട്രാക്കുകളാണെന്നുള്ളത്. ഈ 2 സ്റ്റോറി ട്രാക്കുകളും നോൺ ലീനിയറായിട്ട് പല കട്ട്സായിട്ടൊക്കെയാണ് വരുന്നത്. ചില കാര്യങ്ങളെല്ലാം പിന്നീട് അങ്ങനെ കാണിക്കുന്നത്. പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രഹസ്യം ധർമ്മേന്ദ്രയുടെ കഥാപാത്രത്തിനോട് പറയാനുണ്ട് എന്ന് ജയ്ദീപ് ബഹാലോത്തിൻ്റെ കഥാപാത്രം പറയുന്നത് കാണാം. അത് 2-3 സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്യുന്നതും കാണാം. നമുക്കത് സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റുന്നതായിരിക്കും എന്തായിരിക്കും ജയ്ദീപ് ധർമ്മേന്ദ്രയോട് പറയാൻ പോകുന്നു എന്നുള്ളത്. ആ ഒരു പ്രഡിക്റ്റബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഇമോഷണൽ ട്രാക്ക് അത് ഗംഭീരമായിരുന്നു. ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ധർമ്മേന്ദ്ര ആൻഡ് ജയ്ദീപ് ബഹാലോത്ത്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു 2 പേരുടെ. സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, അതായത് ഈ സിനിമയിൽ ഇതുപോലുള്ള സിനിമകളിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അരുൺ ഖേദർപാലിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലുള്ള ബയോഗ്രഫിക്കൽ ഫിലിംസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു കഥാപാത്രത്തിനോട്, അല്ലെങ്കിൽ ആരുടെ കഥയാണോ ഈ സിനിമ പറയുന്നത് അവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമയിൽ അരുണിനോട് നമുക്ക് യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല എന്നുള്ള ഒരു കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അരുണിൻ്റെ ട്രാക്കിനേക്കാളും സുപ്പീരിയറായി നമുക്ക് ഇമോഷണലി നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ട്രാക്കായിട്ടുള്ള, അതായത് സീനിയേഴ്സ്, ആ വേറ്ററൻസ് അവതരിപ്പിക്കുന്ന ആ ഒരു ട്രാക്കിലേക്കായിപ്പോയി. അരുണിനോട് നമുക്ക് തോന്നേണ്ട ഇമോഷണൽ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അവസാനത്തെ യുദ്ധരംഗങ്ങളിലും പിന്നെ അവസാനത്തെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സീക്വൻസിലൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ സിനിമയുടെ ലാസ്റ്റ് ഷോട്ട്സും കാര്യങ്ങളും ഉണ്ട്. ലാസ്റ്റ് ഈ പരംവീരചക്ര കിട്ടിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെന്നും പറഞ്ഞ അരുണിൻ്റെ ഫോട്ടോയെ കാണിക്കുന്ന ഒരു സീക്വൻസ്. ആ സീക്വൻസിൽ നമുക്ക് ചെറുതായിട്ടൊരു നമ്മൾ ഇമോഷണൽ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് യഥാർത്ഥത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളിടത്ത് ഒന്നും അരുൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആ ഒരു അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സ്ക്രിപ്റ്റിലൂടെ കിട്ടിയതായി എനിക്ക് തോന്നുന്നില്ല. ആൻഡ് പെർഫോമൻസ് വൈസ് ഈ സിനിമയിൽ ധർമ്മേന്ദ്ര അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമാണ് സച്ച് എ ലവ്ലി ക്യാരക്ടർ. അപ്പോൾ ആ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പിന്നെ അദ്ദേഹം അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് കാണാനും ഭയങ്കര സുഖമാണ്. പുള്ളിയുടെ സീക്വൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് നോൺ ലീനിയറായിട്ട് വരുന്ന ഒരു കട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബാക്കിയുള്ള സീക്വൻസ് വരുമ്പോൾ ഇനി ധർമ്മേന്ദ്രയുടെ സീക്വൻസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, നമുക്ക് അത് കണ്ടിരിക്കാം എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി സ്ക്രീനിൽ വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ ജയ്ദീപ് ബഹാലോത്തിൻ്റെ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ഈ പടത്തിൽ, അവരുടെ ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. അഗസ്ത്യ നന്ദയാണ് അതിനകത്ത് അരുൺ ഖേദർപാലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റേ സോയ അക്തറിൻ്റെ ആ ഫിലിമിലുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ റോള് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, കുറ്റമൊന്നും പറയാനൊന്നുമില്ല.
പക്ഷേ ആ സ്ക്രിപ്റ്റ് കുറച്ച് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യം അഭിനയിക്കാനുള്ള അത്രയും ആ രീതിയിലൊന്നും വെച്ച് ആയിട്ടില്ലല്ലോ. പുള്ളിയുടെ മൂന്നാമത്തെ പടമൊന്നും അല്ലേ. പിന്നെ സിമർ ഭാട്ടിയ എന്ന് പറയുന്ന ഒരു പുതിയ നായികയാണ് ഈ സിനിമയിലുള്ളത്. നല്ല ചാമിങ് ആണ്, നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരുടെ പെർഫോമൻസ് കാണാൻ. പിന്നെ ഒരുപാട് പട്ടാളക്കാരായിട്ട് രാഹുൽ ദേവ് അടക്കം കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് വൈസ് എല്ലാവരും നീറ്റായിരുന്നു. ടെക്നിക്കലി ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീറാം രാഘവൻ പുള്ളിക്കാരൻ്റെ ഒരു സ്ട്രോങ് സോൺ ഉണ്ടല്ലോ, ഒരു ഹിച്ച്കോക്ക് ആ ഒരു സ്റ്റൈൽ ഓഫ് ഒരു ക്രൈം ത്രില്ലേഴ്സ്, അതിൽ നിന്ന് പുറത്തു വന്ന് എടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിനുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വാർ സീക്വൻസും കാര്യങ്ങളുണ്ട്. വാർ സീക്വൻസ് എൻഗേജിങ് ആണെന്ന് ചോദിച്ചാൽ എൻഗേജിങ് അല്ല, അതിനകത്തൊരു ഇമോഷൻ അത് മിസ്സിങ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിന് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അനിൽ മെഹ്തയുടെ ഈ ക്യാമറയിൽ എനിക്ക് തോന്നിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ വാർ എന്ന് പറയുന്നത് സിനിമയിൽ കാണുന്നത് എപ്പോഴും ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടാവും വാറിന്. ഇവരത് പിടിക്കാതെ പക്ക റിയലിസ്റ്റിക് ആയിട്ടൊരു യുദ്ധം എങ്ങനെയാണോ അതൊക്കെ ആ രീതിയിൽ ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് തീരെ കണക്റ്റ് ആവാത്ത രീതിയിലുള്ള കുറച്ച് ലാഗ് തോന്നുന്ന, ഈവൻ വാർ സീക്വൻസിലാണെങ്കിൽ പോലും ലാഗ് തോന്നുന്ന പോലുള്ള ആ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത്. സച്ചിൻ ജിഗർ പുള്ളിക്കാരൻ്റെ BGM അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാട്ടുകൾ, 2 പാട്ടുകൾ ഇതിനകത്ത് ഗംഭീരമായിരുന്നു. ഒന്ന് ഒരു ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ പോലുള്ളൊരു സംഭവത്തിലുണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്യുവറ്റ്. ആ 2 പാട്ടുകൾ കൊള്ളായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. 2.5 മണിക്കൂർ ഈ സിനിമ വേണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് വെട്ടിമാറ്റി ഒരു 2 മണിക്കൂർ ക്ലീനായിട്ട് പോയെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ലീനിയർ നരേഷൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സിനിമയുടെ പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലാഗിങ് അല്ലെങ്കിൽ കുറച്ച് ബോറായിട്ടൊക്കെ ഫീൽ ചെയ്യാം. അത് എഡിറ്റ് ചെയ്ത് കുറച്ച് നന്നാക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. UA 13+ ആണ് ഈ സിനിമയുടെ സർട്ടിഫിക്കറ്റ്. അതായത് ഇതൊരു വാർ ബേസ്ഡ് പടമാണെങ്കിൽ പോലും ഒരു വയലൻസിലൊന്നും കാര്യമായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു പാകിസ്ഥാനി പട്ടാളക്കാരനെ ഒരു പോസിറ്റീവ് ലൈറ്റിൽ നിർത്തിയെടുക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് ചേർത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഈവൻ വാർ സീക്വൻസ് ആണെങ്കിൽ പോലും അതൊരു സിനിമാറ്റിക് ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അതൊരു പക്ക റിയലിസ്റ്റിക് ടച്ചൊക്കെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. അതൊരു സിനിമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ അത് ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, ആ ഒരു എക്സലൻ്റ് എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ വൈസൊക്കെ ഗംഭീരമായിരിക്കും, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് 2-3 ആഴ്ച കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളിപ്പോൾ ഇക്കീസ് കാണുമ്പോൾ നമുക്കത് എവിഡൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ മെയിൻ ആ ഒരു ഇമോഷൻ, അതായത് അയാളുടെ ആത്മകഥ പറയുന്ന ഒരു സിനിമയാണ്, പക്ഷേ നമുക്ക് ആ ആളിനോടുള്ള ഇമോഷണൽ കണക്ഷൻ വരെ നമുക്കവിടെ മിസ്സിങ് ആണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സോൾജേഴ്സിനെതിരെ നിന്ന് കഥ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് ആളുകൾ ഈ പടത്തിന് കയറിയാനേ. ട്രെൻഡിനനുസരിച്ച് പോകുന്ന സിനിമയും അല്ല, അതുകൊണ്ട് തന്നെ ട്രെൻഡിനനുസരിച്ചും പോകുന്നില്ല. പിന്നെ ഒരു മീഡിയോക്കോർ ആ ഒരു ഫീലാണ് പടത്തിനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഒരു പക്ഷേ ഈ പടം മൂക്കും കുത്തി വീണ് കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സോ ഫോർ മീ, ശ്രീറാം രാഘവൻ്റെ കടുത്ത ഫാനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഇക്കീസ് എന്ന് പറയുന്നത് ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ഒരു ഔട്ടിംഗ് ആണ്. പടം ഒരു മീഡിയോക്കോർ, ഒരു ആവറേജ് ലെവലേ ഉള്ളൂ. പക്ഷേ ശ്രീറാം രാഘവനിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെയല്ല, ഒരു വളരെ പ്രെഡിക്റ്റബിൾ, പുള്ളിയുടെ സിനിമകളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നതാണ്. ഇത് ബയോഗ്രഫിയാണ്. എന്നാൽ പോലും ആ ബയോഗ്രഫിയിലാണെങ്കിലും ആ വാർ സിനിമകളാണെന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ആ ഒരു ഇമോഷൻ അത് തന്നെ മിസ്സിങ് ആണ്. സോ ആവറേജ് ഫിലിമാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.